ഏഴിലം പാല പൂത്തു പൂമരങ്ങൾ കൂട പിടിച്ചു വെള്ളിമലയിൽ വേളിമലയിൽ ഏലേലം പാടി വരും കുയിലിണകൾ കുരവയിട്ടു വെള്ളിമലയിൽ വേളിമലയിൽ പൊൻകിനാവിൻ പൂവനത്തിൽ പാരിജാതം പൂത്തുലഞ്ഞു എൻ മനസ്സിൻ മലനിരകൾ പൊന്നശോകമലരണിഞ്ഞു. എത്ര സുന്ദര മനോഹര പൂമര കാഴ്ചയാണല്ലേ ഇത്. ഇത് എവിടെയാണെന്നോ ഏതു മരമാണെന്നോ നിങ്ങൾക്കറിയുമോ? നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. പാലമരമാണിത്, ഏഴിലം പാല. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന ഉഷ്ണമേഖല നിത്യഹരിത വൃക്ഷമാണ് ഏഴിലം പാല. ശാസ്ത്രീയ നാമം അൽസ്റ്റോണിയ സ്കോളാരിസ് എന്നാണ്. ഈ മരം 200 മീറ്റർ മുതൽ 700 മീറ്റർ വരെ ഉയരമുള്ള നിത്യഹരിത വനങ്ങളിലും അർദ്ധനിത്യഹരിത വനങ്ങളുടെയും കൂട്ടത്തിലുമായിട്ടാണ് നമ്മൾ കാണപ്പെടാറുള്ളത്. ഈ മരത്തിൻ്റെ ഇലത്തണ്ടുകളിൽ 7 ഇതളുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം ഏഴിലം പാല എന്ന പേര് കിട്ടിയത്. പല തെറ്റായ ഐതിഹ്യങ്ങളും പേടിപ്പെടുത്തുന്ന കെട്ടുകഥകളും യക്ഷിക്കഥകളുമൊക്കെ ഈ മരത്തെ ചുറ്റിപ്പറ്റി പലരും പല പല കഥകളും മെനഞ്ഞ് ആളുകളെ പഴയ കാലത്ത് ഭയപ്പെടുത്താറുണ്ടായിരുന്നു. ഇല്ലാത്ത യക്ഷിയുമായി ഈ പാലമരത്തെ ബന്ധിപ്പിച്ച് ഇന്നും പല ഡിറ്റക്റ്റീവ് കഥകളും ഒക്കെ പറയാറുള്ളതും കേൾക്കാറുള്ളതുമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോരോ സീസണുകളിലും ചെറു പൂക്കളുടെ വലിയ വലിയ കുലകൾ വിരിയിക്കുന്ന ഈ ഏഴിലം പാലമരം ആകാശത്ത് പൂനിലാവ് പാൽ വെളിച്ചം വിതറുമ്പോൾ ആരെയും മോഹിപ്പിക്കുന്ന വശ്യമായ ഈ പാലപ്പൂ സുഗന്ധം മൈലുകളോളം ചുറ്റളവിൽ മന്ദമാരുതൻ തഴുകി തലോടി കിന്നരിച്ച് കടന്നു പോകുന്നത് നമുക്കും ആസ്വാദ്യ അനുഭവ ബോധ്യമാകും. അപ്പോസൈനേസി എന്ന സസ്യകുടുംബത്തിലെ അംഗമാണ് ഏഴിലം പാല. ഇന്ത്യയിൽ മാത്രമല്ല, ആഫ്രിക്ക, മധ്യ അമേരിക്ക, ന്യൂസിലാൻഡ്, ആസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിലും ഈ പാലമരത്തിൻ്റെ സാന്നിധ്യമുള്ളതായിട്ടാണ് അറിവ്. നിത്യഹരിത വനങ്ങളിലെ സജീവ സാന്നിധ്യവുമാണ് പാലമരങ്ങൾ. ഇത് നമ്മുടെയൊക്കെ പല അസുഖങ്ങൾക്ക് കൃത്യമായി ഫലിക്കുന്നതും മറ്റു മറുദോഷങ്ങളൊന്നുമില്ലാത്തതുമായ മരുന്നായിട്ട് ഇതിൻ്റെ ഇലകളും ചെറം അല്ലെങ്കിൽ പാല്, പൂക്കൾ, വേര്, തൊലി ഒക്കെയും അറിവുള്ള പല വൈദ്യന്മാരും വിശുദ്ധന്മാരും ഉപയോഗപ്പെടുത്തുന്നതായിട്ടാണ് ഈ പാലമരത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉദാഹരണത്തിന് മലമ്പനി, ദഹനശക്തി, രക്തശുദ്ധീകരണം, മലബന്ധം, മറ്റു ഉദര അസുഖങ്ങൾക്കും തലവേദന, പല്ലുവേദന തുടങ്ങിയവയ്ക്കൊക്കെ ഇതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നവരുടെ നിർദ്ദേശപ്രകാരം മാത്രം പ്രയോഗിക്കുകയാണെങ്കിൽ പാർശ്വഫലങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെയധികം ഫലപ്രദമായിരിക്കുമത്രേ. അതെ, ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ പടച്ചിട്ടുള്ള ഓരോ പുൽനാമ്പും മൺതരിയും സകലതും മനുഷ്യരുടെ ഗുണത്തിനു വേണ്ടിയാണല്ലോ പടച്ചിട്ടുള്ളത്. ഇതും ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാം കനിഞ്ഞരുളിയ ആ ദൈവത്തെ, അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുക. അൽഹംദുലില്ലാ. വീഡിയോ കണ്ടതിന് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി. സലാം. താങ്ക്സ്.